ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. GT ഓട്ടോ കാർ കെയർ എന്ന് തന്നെയാണ് ആ ചാനലിൻ്റെ പേര്. കാരണം തുടങ്ങാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു GT ഓട്ടോ കാർ കെയർ റോഡ് കാർ സർവീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരു ചാനലിലൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിന് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. GT ഓട്ടോ കാർ കെയർ തന്നെയാണ് ആ ചാനലിൻ്റെ പേര്. നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ചാനലിൻ്റെ പേര് GT ഓട്ടോ കെയർ റോഡ് കാർ സർവീസും. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത് നമ്മളിപ്പോൾ തുടങ്ങിയ ചാനൽ GT ഓട്ടോ കാർ കെയർ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഒരാഴ്ചത്തോളം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം കാര്യങ്ങളും ഉണ്ടായിരുന്നു അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതെല്ലാം റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് മാരുതി സുസുക്കി 800 കാർബറേറ്റർ മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ആ ലൈറ്റ് അങ്ങനെ അങ്ങ് ബ്ലിങ്ക് ആവാതെ സ്റ്റേ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് ബ്ലിങ്ക് ചെയ്യാണ്ട് സ്റ്റേ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ മീറ്ററിൻ്റെ ഉള്ളിൽ നോക്കിയാലും അതുപോലെ പുറത്ത് നോക്കിയാലും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ബ്ലിങ്ക് ആവാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ആദ്യം കംപ്ലയിൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ കംപ്ലയിൻറ്റ് ഇത് വരാനുള്ള രണ്ട് കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. ഒന്നിൻ്റെ ഫ്ലാഷർ യൂണിറ്റ്, ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ ഇത് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ലൈൻ എവിടെയെങ്കിലും എർത്താവോ അല്ലെന്നുണ്ടെങ്കിൽ കണക്ഷൻസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഈ ഒരു കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഞാനിപ്പോൾ ചാവി ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും അങ്ങനെ തന്നെ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ്, റൈറ്റ് ഇടുമ്പോഴും അങ്ങനെ തന്നെ സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കി, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചേക്കാണ്, ഈ ലൈറ്റ് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടേക്കാണ്. ഈ ലൈറ്റിൻ്റെ ഭാഗത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് സ്റ്റേ ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ തന്നെ ബ്ലിങ്ക് ആവാതെ സ്റ്റേ ആയിട്ട് തന്നെ നിൽക്കുക. അപ്പോൾ അത് എന്താണ് കാരണം നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് നോക്കണം. പിന്നീട് ഫ്ലാഷർ യൂണിറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതിന് കംപ്ലയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈൻ നമുക്ക് നോക്കണം, എവിടെയെങ്കിലും ഷോർട്ടായിട്ട് ഇരിക്കുകയാണോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് നോക്കാം. ഫ്ലാഷർ യൂണിറ്റ് വരുന്നത് ഇതിൻ്റെ അടിവശത്തായിട്ടാണ് ഇതിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഫ്ലാഷർ യൂണിറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്ലാഷർ യൂണിറ്റ്. അപ്പോൾ നമുക്ക് അഴിച്ചെടുക്കാം. ഇതാണിപ്പോൾ നമ്മൾ പറഞ്ഞ ഫ്ലാഷർ യൂണിറ്റ്. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇവിടെ ടിക് ടിക് ടിക്ക് ഈ റിലേ, ഇതിനകത്ത് റിലേ ഉണ്ട്. ആ റിലേ അടിക്കുന്ന സൗണ്ട് ടിക് ടിക് ടിക്ക് എന്ന് കേൾക്കുന്നതാണ്. പക്ഷേ ഇതൊന്നും കേൾക്കുന്നില്ല, സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ മീൻസ് ഈ റിലേ അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇതിനകത്തൊരു ഫീലും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് ജസ്റ്റ് ഓൾറെഡി നമ്മൾ ഊരുമ്പോൾ ഇതിൻ്റെ കവർ മാത്രം ഊരിയിട്ടുണ്ട്. ഇതിനകത്ത് മണ്ണ്, ചെളി, അഴുക്കൊക്കെയാണ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ റിലേ യൂണിറ്റാണ് ഇത്. ഈ റിലേ യൂണിറ്റിൽ ഫുള്ള് ചെളിയാണ്. മീൻസ് ഈ വണ്ടി വെള്ളം കയറിയിട്ടുള്ള വണ്ടിയാണ്. വെള്ളം കയറിയിട്ട് ഈ പൂപ്പൽ ഷോർട്ടായേക്കുന്ന പാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ച് പോയിട്ടുണ്ട്. ഇതിൻ്റെ റിലേ യൂണിറ്റിൻ്റെ കമ്പിയൊക്കെ ഫുള്ളായിട്ട് പോയി. ഈ റിലേ യൂണിറ്റിൽ നമ്മൾ ഈ ഒരു ഭാഗമാണ് ഇത് വർക്ക്. ടിക് ടിക്ക് എന്ന് റിലേ അടിക്കുന്ന സൗണ്ട് ഇങ്ങനെയാണ് ഇത് വർക്കാവുന്നത്. പക്ഷേ ഇവിടെ വർക്കാവുന്നില്ല, ഫുള്ളായിട്ട് ഷോർട്ടായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ള് മണ്ണും ചെളിയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. മീൻസ് ഈ വണ്ടിയിട്ട് വെള്ളം കയറിയിട്ട് ഏകദേശം വണ്ടിയുടെ ഹാഫിന് മുകളിൽ വെള്ളം കയറിയിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഈ ഒരു ചെളി അഴുക്കൊന്നും ഈ ഭാഗത്ത് വരില്ല. ഈ ഭാഗത്തോട്ട് വെള്ളം കയറിയിട്ട് ഷോർട്ടായ പാടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാലും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ റിലേ യൂണിറ്റ് അല്ലെങ്കിൽ ഫ്ലാഷർ യൂണിറ്റ് നമുക്ക് പുതിയത് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ പുതിയൊരു റൂട്ട്സിൻ്റെ ഫ്ലാഷർ യൂണിറ്റ് എടുത്തിട്ടുണ്ട്. 3 ലെഗാണ് വരുന്നത്. ഇതും അതേപോലെ 3 ലെഗാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ഇഗ്നിഷൻ ഓഫ് ചെയ്തിട്ട് വേണം ഇത് കണക്ട് ചെയ്യാനായിട്ട്. ലെഗ് കറക്റ്റായിട്ട് നോക്കാം. 3 ലെഗ് ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് ആ ലെഗിൽ തന്നെ ഇത് കണക്ട് ചെയ്ത് വിടുക. അപ്പോൾ നമ്മൾ റിലേ ഊരുന്ന സമയത്ത് ഇവിടെ രണ്ടും ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഊരാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇടുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കയറ്റി ഇട്ടാൽ മതി. ഇപ്പം നമുക്ക് ചാവി ഒന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ ടിക് ടിക് സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കാം. നോക്കിയാൽ മനസ്സിലാവും ടിക് ടിക് ടിക്ക് എന്നുള്ള സൗണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തു, ഓൺ ചെയ്തു,
ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫിലാണ് ഇരിക്കുന്നത്. ഓൺ ചെയ്യുന്ന സമയത്ത് ടിക് ടിക് എന്നുള്ള സൗണ്ട് ഇവിടെ കേൾക്കുന്നുണ്ട്. ഇനി നമുക്ക് മീറ്ററിൽ നോക്കാം. നമ്മളിപ്പോൾ ഇഗ്നിഷൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇപ്പോൾ അത് വിട്ട് അടിക്കുന്നുണ്ട്, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലെഫ്റ്റിലിട്ട് നോക്കാം, ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റൈറ്റിലിട്ടിട്ട് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഓഫ് ചെയ്തു, ഓൺ ചെയ്യുമ്പോൾ അവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റർ അങ്ങനെ സ്റ്റേ ആയിട്ട് നിൽക്കാനുള്ള കംപ്ലയിൻറ്റ് ഈ ഫ്ലാഷർ യൂണിറ്റിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു. ഇതിൽ റിലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇത് നമ്മളിപ്പോൾ കണ്ടതാണ്. ഇതിനകത്ത് ശരിക്കും വെള്ളം കയറി. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഏകദേശം ഡാഷ്ബോർഡ് മുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കയറിയ വണ്ടികളിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മൾ വെള്ളം കയറി ഇറക്കി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യും. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ ഏകദേശം ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. റിലേ സംബന്ധമായിട്ട്, ഫ്യൂൽ സംബന്ധമായിട്ട്, ഇൻഡിക്കേറ്റർ, ബ്രേക്കിൻ്റെ ലൈനുകൾ, സോക്കറ്റുകളൊക്കെ ക്ലാവ് പിടിച്ച് പോയിട്ട് സ്റ്റാർട്ടിങ് ട്രബിൾ, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വെള്ളം കയറുന്ന വണ്ടികളാകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ സോക്കറ്റുകളും അഴിച്ച്, അതായത് പക്കയായിട്ട് ക്ലീൻ ചെയ്ത് കയറ്റിയിടുക. റിലേയും കാര്യങ്ങളും എല്ലാം മാറാനുള്ളതാണെങ്കിൽ മാറി വിടുക. ഫ്യൂസിൻ്റെ ക്യാരിയർ അഴിച്ചിട്ട് എയർ അടിച്ച്, അല്ലെങ്കിൽ അത് ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വിടേണ്ടതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓരോ ഭാഗങ്ങളും ഇതുപോലെ സോക്കറ്റുകളാകും ചിലപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാതെ വരുന്ന കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഇതിൻ്റെ കംപ്ലൈൻറ്റ് മാരുതി സുസുക്കി 800 പഴയ മോഡൽ കാർബറേറ്റർ വണ്ടി ഈ ഫ്ലാഷർ യൂണിറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. ആ ഇൻഡിക്കേറ്റർ അങ്ങനെ സ്റ്റേ ആയിട്ട് നിന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.